കുരിശിൽ തറയ്ക്കപ്പെട്ട നമ്മുടെ കർത്താവ് മൂന്നാം ദിനം ഉയർത്തെണീറ്റു. ആ നവോത്ഥാനത്തിൻ്റെ യഥാർത്ഥ സന്ദേശം എന്താണ്? അന്ന് സംഭവിച്ചത് എന്താണ് എന്നുള്ളത് പറയുന്നതിന് മുമ്പായിട്ട് നമ്മൾ വെള്ളിയാഴ്ച സംഭവിച്ച എന്താണ്? എല്ലാമായിരുന്ന പ്രഭാവവാനായ ദൈവപുത്രനായ മശിഹായായ എല്ലാത്തിലും എല്ലാമായിരുന്ന യേശു പാപികളാൽ ക്രൂശി തറച്ച് കൊല്ലപ്പെട്ടു. ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം പരാജയത്തിൻ്റെ പടുകുഴി. അവർ എല്ലാവരും ഓടിപ്പോയി, അവരുടെ വഴിക്ക് ഓടിപ്പോയി. മരണസമയത്ത് നമ്മളവിടെ കാണുന്ന ചില റിലേറ്റീവ്സ് ഉണ്ടായിരുന്നു. പിന്നുണ്ടായിരുന്ന യോഹന്നാൻ സ്ലീഹ, കൂടാതെ മഗ്ദലക്കാരത്തി മറിയ കുറച്ച് അകലെ നിന്നാണ് ഇതെല്ലാം കാണുന്നെങ്കിലും അവൾ അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞു യേശുവിനെ അടക്കം ചെയ്തു. എല്ലാവരും പോയി. ഞായറാഴ്ച രാവിലെ വളരെ ഇരുട്ടുള്ളപ്പോഴേ എംബാം ചെയ്യുന്നതിന് വേണ്ടി 3 സ്ത്രീകൾ ഈ കല്ലറയ്ക്കൽ വരുന്നു. കല്ലറയ്ക്കൽ വന്ന് അവർ നോക്കുമ്പോൾ അവർ വിചാരിച്ച് ഈ കല്ല് ആരാ ഉരുട്ടി മാറ്റി തരുന്നത് നമുക്കെന്ന് വിചാരിച്ച് അവർ വന്നപ്പോൾ കണ്ട കാഴ്ച എന്താണ്? കല്ല് ഓൾറെഡി ഉരുട്ടി മാറ്റി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അവർ വേഗം അടുക്കിച്ചെന്ന് നോക്കിയപ്പോൾ 2 ദൈവപുരുഷന്മാർ എന്ന് പറഞ്ഞാൽ മാലാഖമാരെ പോലെ ചിറകുള്ളവരാണെന്ന് അർത്ഥമില്ല. ദൈവത്തിൻ്റെ 2 ദൂതന്മാരവിടെ നിൽക്കുന്നു. അവർ നോക്കി. ഉടനെ ആ ദൂതൻ പറഞ്ഞു, നമ്മളൊക്കെ മരിച്ചു കിടക്കുകയാണെങ്കിൽ ഹിയർ ലൈ സേവി തോമസ് എന്നല്ലയോ നിങ്ങൾ പറയുന്നത്? എന്നാൽ അതിന് നേരെ വിരുദ്ധം, ഇത് ദൈവമല്ലയോ? അതുകൊണ്ട് പറഞ്ഞു തന്നോ, ഹീ ഈസ് നോട്ട് ഹിയർ, അവൻ ഇവിടെ ഇല്ല. കർത്താവിൻ്റെ എപ്പിറ്റാഫ്, അതായത് ഈ ശവപ്പെട്ടിയിലോ അല്ലെങ്കിൽ കല്ലറയിലോ എഴുതുന്നതിന് പറയുന്ന എപ്പിറ്റാഫ് എന്നാണ്. അതിൽ സാധാരണ മനുഷ്യർക്ക് എഴുതുന്നതിന് വിപരീതമായി അവൻ ഇവിടെ ഇല്ല എന്ന് എഴുതുകയല്ല, ദൂതൻ പറഞ്ഞു. അവർ നോക്കിയിട്ട് തിരിച്ചുപോയി. പക്ഷേ ഈ പെൺകുട്ടി മഗ്ദലക്കാരത്തി മറിയ പോയില്ല. വേദപുസ്തകത്തിന് അത് വളരെ വിചിത്രമായി എഴുതിയിരിക്കുന്നു. അവൾ തല തിരിച്ചു നോക്കി എന്ന് പറഞ്ഞാൽ മൂങ്ങായുടെ തല പോലെ നമ്മുടെ തല തിരിയത്തില്ല. നമ്മുടെ തല തിരിയുന്നതിന് ഒരു പരിധിയുണ്ട്. അതിൽ കൂടുതലായിട്ട് അവൾ തിരിച്ചു നോക്കി. അപ്പോഴവൾ കണ്ടു ഒരു ഇരുട്ടത്ത് മരത്തിൻ്റെ ചുവട്ടിൽ ആരോ നിൽക്കുന്ന പോലെ തോന്നുന്നു. അപ്പോൾ അവൾ ചോദിക്കുന്നു, തോട്ടക്കാരനാണെന്ന് വിചാരിച്ചു, യജമാനെ നീ അവൻ്റെ ശരീരം എടുത്തുകൊണ്ട് പോയോ? നീ എനിക്ക് തരാമെങ്കിൽ ഞാൻ കൊണ്ടുപോയിക്കോളാം. അപ്പോൾ യേശു തമ്പുരാൻ മറിയേ എന്ന് വിളിച്ചു. ഇവൾ ഓടി അടുക്കലോട്ട് ചെല്ലുന്നതിനെ പറഞ്ഞു, നീ എന്നെ തൊടരുത്. ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോയിട്ടില്ല, അതുകൊണ്ട് നീ എന്നെ തൊടരുത്. എൻ്റെ ശിഷ്യന്മാരോട് നീ ചെന്ന് വിവരം പറയുക എന്ന് പറഞ്ഞു. ഇവൾ ഓടി ശിഷ്യന്മാരോട് പറഞ്ഞു. ആ കൂട്ടത്തിൽ യോഹന്നാനും പത്രോസും വന്ന് നോക്കി. ശരിയാ, ശീലകൾ കിടപ്പുണ്ട്. ദൂതൻ കാര്യം ഇവളോട് പറഞ്ഞു കഴിഞ്ഞ് ദൂതൻ പോയി. അവർ തിരിച്ചു പോയി. അവർ തിരിച്ചു പോയത് എവിടോട്ടാ? വള്ളവും വലയും നോക്കാനാ. പശു ചത്തു, മോരിലെ പുളിയും പോയി. പോയി. ഇതിന് ശേഷമാണ് സുനിൽ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം വരേണ്ടത്. നിരാശ, കംപ്ലീറ്റ് നിരാശ നിമിത്തം ഇവരെല്ലാം ചെതറിപ്പോയി. ഇവൾ പിന്നീട് ചെന്ന് എല്ലാവരോടും പറഞ്ഞു. അതുകൊണ്ടാണ് ഈ മഗ്ദലക്കാരത്തി മറിയ സുവിശേഷകരുടെ സുവിശേഷക എന്നുള്ള പേര് വന്നത്. അവൾക്ക് അങ്ങനെയാണ്. അത് കഴിഞ്ഞു നമുക്കിനി നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. അതായത് എന്താണ് നവോത്ഥാനത്തിൻ്റെ സന്ദേശം? നവോത്ഥാനത്തിൻ്റെ സന്ദേശം. ഒന്നാമത്തെ കാര്യം,
പൗലോസപ്പോസ്തലൻ പറയുന്നുണ്ട്, ഹാ മരണമേ നിൻ്റെ വിഷമുള്ള എവിടെ, ഹാ മരണമേ നിൻ്റെ ജയം എവിടെ. മരണത്തെ കർത്താവ് തോൽപ്പിച്ചിരിക്കുന്നു, വിഷമുള്ള കർത്താവ് തോൽപ്പിച്ചിരിക്കുന്നു. ഇനി നമുക്കാണ് ജയം. നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു. നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റത് കാരണം നമുക്ക് ഒരു വലിയ സാക്രിഫൈസ് നടത്തിയതിൻ്റെ എല്ലാ ബെനിഫിറ്റും നമുക്കുണ്ട്. കാരണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ബലി കഴിച്ചു. ആ ബലി കഴിച്ചതിൽ നിന്നും പാപത്തെയും മരണത്തെയും ആ യാഗം തോൽപ്പിച്ച് കളഞ്ഞു. ഇത് മാത്രമല്ല, നമുക്ക് പിന്നെ എന്താണുള്ളത്? സ്വാതന്ത്ര്യം. പിന്നെ എന്താണ് നമുക്കുള്ളത്? പുത്രസ്വീകാരം. നമ്മളെല്ലാവരും യേശുവിൻ്റെ കർത്താവായ ദൈവത്തിൻ്റെ മക്കളായി തീരുന്നു. ഉയർപ്പിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സംഗതി ഇതാണ്. യേശുവിന് എന്തൊക്കെ ഉണ്ടോ അതെല്ലാം നമുക്കുണ്ട്. ഇത് വലിയൊരു സംഗതിയാണ്. ഇത് പക്ഷേ യാഗം നടത്തിയതാരാ? യേശു അല്ല, പിതാവായ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി യാഗം കഴിച്ചു. ആ യാഗത്തിൻ്റെ ബെനിഫിറ്റാണ് ഞാൻ ഈ പറഞ്ഞത്. പിന്നെ നമുക്കുള്ള ഒരു കാര്യം എന്താണെന്നറിയോ? രക്ഷകനായ യേശു. ഇപ്പം ഇവിടെ ഇരുന്ന് നമ്മൾ കർത്താവേ എന്നൊന്ന് വിളിച്ചാൽ രക്ഷകനായ യേശു വിളി കേൾക്കും. ആ ഒരു സൗകര്യം ആർക്കുണ്ട്? യേശുവിൻ്റെ ശിഷ്യന്മാർക്ക്. അതുകൊണ്ടാണ് മൈ ചർച്ച് പറയുന്നത്, നിങ്ങൾ ഒരു ശിഷ്യനാകുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിലും ദൈവരാജ്യത്തിലും നിങ്ങൾക്ക് പങ്കും ഓഹരിയുമില്ല. അതുകൊണ്ട് നിങ്ങളൊരു ശിഷ്യനായി മാറണം എന്ന് ഇൻസിസ്റ്റ് ചെയ്യുന്നത്. ശിഷ്യൻ വിളിക്കുന്നു, കർത്താവേ എഴുന്നള്ളി വരണമേ എന്ന് ശിഷ്യൻ പറഞ്ഞാൽ ഉടനെ തന്നെ എളുപ്പം ഓടി വരുന്ന ഒരു രക്ഷകൻ. ഹീസ് കോൾഡ് സേവിയർ, ലിവിങ് സേവിയർ. മരിച്ചു എന്ന്, അടക്കപ്പെട്ടു എന്ന് അന്ന്, അത് കഴിഞ്ഞ് ഞായറാഴ്ച ഉയർത്തെഴുന്നേറ്റു. 40 നാൾ കഴിഞ്ഞ് സ്വർഗത്തിലേക്ക് പോയി. എന്നിട്ട് പോകുന്ന സന്ദർഭത്തിൽ പറഞ്ഞു, സുനിൽ മോനെ എല്ലാവരെയും എൻ്റെ ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ചെയ്യണോ ചെയ്യണ്ടായോ, ഇറ്റ് ഈസ് അപ് ടു യു, യു ഡിസൈഡ്. അത് ദൈവത്തിൻ്റെ കമാൻഡാണ്. ഭൂമിയിൽ സ്വർഗത്തിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് മോനെ നീ പോയി സുവിശേഷം അറിയിക്കുക, വേണ്ടവരെ സ്നാനപ്പെടുത്തുക, പക്ഷേ എല്ലാവരെയും എൻ്റെ ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഈ കൽപ്പന എന്നെ കേൾക്കുന്ന ഒരൊറ്റ കുഞ്ഞിന് പോലും സ്വീകാര്യമല്ല. കാരണം ഏകദേശം 100 വയസ്സോട് അടുത്തു. ഇതുവരെ ശിഷ്യനായോ? ഇല്ല. എല്ലാം അറിയാം, എനിക്കെല്ലാം അറിയാം, എനിക്ക് അതറിയാം, എനിക്കിതറിയാം, ഞാൻ വലിയ ആളാണ്, ഞാൻ ആനയാണ്, കൂനയാണ്. നീ ഒരു ശിഷ്യനാണോ? അല്ല, പോടാ, നിന്നെ ഒന്നിനും കൊള്ളത്തില്ല. കാരണം കർത്താവ് പറഞ്ഞു, നീ ഒരു ശിഷ്യനാകുന്നില്ല എങ്കിൽ നിനക്ക് സ്വർഗരാജ്യത്തിലും ദൈവരാജ്യത്തിലും പങ്കും ഓഹരിയും ഇല്ല. ഈ സുവിശേഷം അറിയിക്കലാണ് മൈ ചർച്ചിൻ്റെ ജോലി. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് എവിടെ ഒരവസരം കിട്ടിയാലും ഞങ്ങൾ നിങ്ങളോട് യാചിക്കുന്നത് ഒരു ശിഷ്യനായി തീരുക, കർത്താവായ യേശുവിൻ്റെ ഒരു ശിഷ്യനായി തീരുക. ശിഷ്യത്വത്തെക്കുറിച്ച് പിന്നീട് ഞാൻ പറയാം. പിന്നെ നമുക്കുള്ള ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്താണെന്നറിയോ? നമുക്കൊരു പുതുമയോട് കൂടി നമ്മുടെ ജീവിതം തുടങ്ങാം. പണ്ടത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ ഇച്ചിരി തെറ്റുകുറ്റങ്ങളായിരുന്നു, രക്ഷപ്പെടാൻ മാർഗ്ഗമൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് ഏതാണ്ടൊക്കെ ഞാൻ കാണിച്ചു. എനിക്ക് തന്നെ അറിയത്തില്ല എങ്ങനെ രക്ഷപ്പെടണമെന്ന്. പക്ഷേ ഇപ്പോഴെനിക്കറിയാം, യേശു രക്ഷിതാവ്. ഐ ആം ഗോയിങ് ടു ഹാവ് എ ന്യൂ ബിഗിനിങ്. എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു തുടക്കം. കർത്താവ് ഉയർത്തെഴുന്നേറ്റു. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരു പുതിയ തുടക്കം കുറിക്കാം.
എൻ്റെ ജീവിതത്തിൽ യേശുവിനെ ആൾക്കാർക്ക് കാണാൻ ഞാൻ അവസരം ഉണ്ടാക്കി കൊടുക്കും. കാരണം ഞാൻ പാപം ചെയ്യാതെ അധ്വാനിച്ച് എൻ്റെ കൈകൊണ്ട് അന്യരെ ഞാൻ സഹായിക്കും. യേശു അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ആർക്കൊക്കെ ഏത് സഹായം വേണോ അങ്ങേ അറ്റം വരെയും ഞങ്ങളത് പോയി ചെയ്യും. ഇതിന് എനിക്കിടയായി തീർന്നത് ഉയർപ്പിൻ്റെ ശക്തിയാലത്രയും. പിന്നെ നമുക്ക് ഉയർപ്പിൻ്റെ ആ ഓർമ്മയുണ്ടെങ്കിൽ യേശുവിന് വേണ്ടി എന്ത് ചെയ്യാനുള്ള ഒരു ധൈര്യവും ഒരു ഉറപ്പും ഒരു പ്രത്യാശയും നമ്മിൽ ഉളവാകും. ഇത് വളരെ വിലപ്പെട്ട ഒരു സംഗതിയാകും. പിന്നൊന്ന്, പണ്ട് കാലത്തൊക്കെ എല്ലാ കാര്യത്തിനും അതാണോ ഇതോ അതും അറിയത്തില്ല ഇതും അറിയത്തില്ല, എല്ലാ സംശയം അച്ഛനോട് പോയി ചോദിക്കും, അച്ഛനറിയാവോ അതുമില്ല, കപ്പ്യാരോട് പോയി ചോദിക്കും, അവനറിയാവോ അതുമില്ല. ഇതങ്ങനൊന്നും അല്ല വേണ്ടത്. വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് ഒരു തിയോളജിക്കൽ പ്രൊഫസറുണ്ട്, അത് 1 John chapter 2 verses 27 ആണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലയോ? അദ്ദേഹത്തോട് പോയി ചോദിക്കാനുള്ള ധൈര്യം നിങ്ങൾക്ക് കിട്ടിയില്ലയോ? ഈ ധൈര്യം നിങ്ങൾക്ക് തരാനാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. അതായത് ഉയർപ്പിൻ്റെ കോൺഫിഡൻസ്. നമുക്ക് പൈശാചിക ശക്തികൾ നമ്മളെ എപ്പോഴും ഉപദ്രവിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഉയർത്തെഴുന്നേറ്റതായ യേശുവിനെ സ്മരിക്കുകയാണെങ്കിൽ പൈശാചിക ശക്തികൾ ജീവൻ കൊണ്ട് ഓടും. യേശുവിൻ്റെ നാമത്തിൽ, കാൽവരിയിലെ രക്തത്തിൽ എന്നൊക്കെ പറഞ്ഞാൽ പിശാച് ഉടനെ തന്നെ അവിടുന്ന് ഓടിക്കളയും. ഇത് നമുക്കൊരു സെക്യൂരിറ്റി അല്ലയോ? ഈ സെക്യൂരിറ്റി എവിടെ നിന്ന് കിട്ടും? ഉയർപ്പിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ് ഈ സെക്യൂരിറ്റി. നമ്മളെ കാത്തിത്രത്തോളം പരിപാലിച്ച കർത്താവിൻ്റെ സന്നിധിയിൽ, ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ കുറച്ചുകൂടെ അടുത്ത് ചെല്ലണം. അടുത്ത് ചെന്നിട്ട് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നതാണ്, യോഹന്നാൻ യേശുവിനോട് അടുത്ത് ചെന്നു. എന്ത് അവൻ്റെ നെഞ്ചോട് പറ്റി. എന്തിനാ? അവൻ്റെ ഹൃദയത്തിൻ്റെ ലബ് ഡബ് ലബ് ഡബ് കേൾക്കാനാണോ? അല്ല, അവൻ പറ്റിയത് സ്നേഹം. എനിക്ക് അങ്ങയോട് വലിയ സ്നേഹമാണ്, എൻ്റെ ഗുരുവും കർത്താവുമായവനേ, ഐ ലവ് യു മൈ ലോഡ്. ഈ ഒരു മെസ്സേജ് ഉയർപ്പിൻ്റെ മെസ്സേജായി നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.